എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഉരുളൻകിഴങ്ങ് സ്റ്റൂവും പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 2 ഉരുളൻകിഴങ്ങ് കഴുകി തൊലി ചെത്തി ഒരിക്കൽ കൂടി കഴുകി കട്ട് ചെയ്തത്, ഒരു വലിയ സവാള, ഒരു 4 പച്ചമുളക്, വേറെ മുളക് പൊടിയൊന്നും ചേർക്കില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇടും. വയ്ക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ നമുക്ക് അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. മുഴുവൻ പെരിഞ്ചീരകമാണ്. 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഇത്രയും കൂടെ ഇട്ട് കടു വേണമെങ്കിൽ കടുകിടാം. കറിവേപ്പില, ഇനി പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് സവാളയും ഉരുളൻകിഴങ്ങും ഇടാം. ഈ സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടേക്കാണ്. ഞാനത് കാണിക്കാൻ മറന്നുപോയി. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. 2 വിസിൽ വരുമ്പോൾ ഓഫാക്കാം. പൂരിക്കുള്ള മാവ് ഒരു 3 കപ്പ് ഗോതമ്പ് മാവ്, 1 കപ്പ് മൈദ മാവ്, നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം നെയ്യ്, 1 സ്പൂൺ നെയ്യ്, ഇത്രയും കൂടെ ഇട്ട് അല്പം പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് വയ്ക്കാം. സ്വല്പം സോഡാപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് കുഴയ്ക്കാം. എൻ്റെ മോൻ്റെ 2 മക്കളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. എനിക്ക് കൂട്ടിരിക്കുകയാണ് അവർ. നല്ലതുപോലെ കുഴച്ച് എടുക്കാം. മാവ് റെഡി എന്നാണ് എൻ്റെ മോൾ പറയണത്. മാവ് റെഡിയായി. ഇനി റെസ്റ്റ് ചെയ്യാൻ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പൊരിച്ച് തുടങ്ങാം. കുക്കർ തുറന്ന് നോക്കാം. ഉരുളൻകിഴങ്ങും സവാളയും ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അല്പം ഒന്ന് ഉടച്ച് കൊടുക്കണം, അപ്പോൾ കൊഴുപ്പിന് വേണ്ടി. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കരുത്. തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ കൊഴുപ്പ് കിട്ടും. ആ സമയത്തിന് ഒരു
ഇരുമ്പിലെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ പാമായിൽ ഒഴിച്ചേക്കാണ് നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് പൂരി ഇവിടെ പരത്താം. ചെറിയ ഉരുളയാക്കി നൈസായിട്ട് പരത്തിയാലേ ടേസ്റ്റ് കാണുള്ളൂ. പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും. എണ്ണ നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ പൊള്ളാതെ ഇടണം. ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊള്ളും. കണ്ട, ഇതിൻ്റെ പുറത്ത് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം. അടുത്ത പൂരി നമുക്ക് പൊരിച്ചെടുക്കാം. അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം പൊരിച്ചെടുക്കണം. കണ്ട, എണ്ണ പുറത്ത് കോരി ഒഴിക്കുമ്പോൾ അതിൻ്റെ പൂരിയുടെ പുറത്ത് കോരി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പൊള്ളും. ഇങ്ങനെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. പൂരിയും വെജിറ്റബിൾ കറിയും ഇവിടെ റെഡിയായി. അറിയാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയും പോലെ ഇതും പറയാണ്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്.